ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്കെല്ലാം ഭാരമുണ്ട്, നമുക്കെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്, നമുക്കെല്ലാവർക്കും അതെ. എന്നാൽ നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ചുമടുകൾ ഏറ്റെടുക്കുന്നു, നമ്മുടെ ചുമലിൽ നിന്ന് ഭാരഭാണ്ഡങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു. അതൊരു ഭാഗ്യകരമായ അനുഭൂതിയാണ്, ഭാഗ്യകരമായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ലോകത്ത് ക്രിസ്തുവിനെ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ആശ്വാസവും സാന്ത്വനവും സമാധാനവും ലഭിക്കുന്നു എന്നത് മാത്രമല്ല, നിത്യമായ സ്വർഗസിയോനിൽ അത്ഭുതകരമായ, പറഞ്ഞോ വർണ്ണിച്ചോ തീരാത്ത, അവർണ്ണനീയമായ, അനിർവചനീയമായ മഹാഭാഗ്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ പദവി, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. എബ്രായ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണും: സ്ഥൂലമായതും
തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കുമെടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്നപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. നിങ്ങൾ ന്യായപ്രമാണ കൽപ്പനകൾ ലഭിച്ചതായ ആ സീനായി പർവ്വതത്തിൻ്റെ അരികിലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് പിന്നെയോ സിയോൻ പർവ്വതത്തിൻ്റെ അരികിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിൻ്റെ അരികിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിൻ്റെയും മുൻപിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക് മുൻപിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ന്യായാധിപതിയായ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സിദ്ധന്മാരായ, പരിശുദ്ധന്മാരായ, നീതിമാന്മാരായ വിശുദ്ധ ഗണത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനരികിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനടുക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗീയ യെരൂശലേം, സ്വർഗീയ സിയോൻ, അതാണ് നാം ചിന്തിച്ചു വരുന്ന വിഷയം. തിരുവചനത്തിലെ പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരികയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു നാൾ സ്വർഗീയ യെരൂശലേമിൽ നാം എല്ലാം ചെല്ലണം. അതാണ് നമ്മുടെ അഭിവാഞ്ച. അത് ചെല്ലണമെങ്കിൽ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് മാത്രമേ അവിടെ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ അവിടെ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും ഇവിടെ ചെല്ലുകയില്ല. കാരണം നിത്യത അത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അത് സംശയമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു കാലത്ത് നിരീശ്വരനായിരുന്ന മഹാപണ്ഡിതനായ വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം പിന്നീട് പറഞ്ഞത് സ്വർഗീയ സൗഭാഗ്യം മിഥ്യയല്ല, അത് സത്യമാണെന്നാണ്. അതൊരു തോന്നലല്ല, അതൊരു മഹാവലിയ പരമാർത്ഥമാണെന്നാണ്. ഇറ്റേണൽ റിയാലിറ്റി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഒരു നിത്യ സ്വർഗത്തിലേക്ക് ഉള്ള പ്രയാണത്തിലാണ് നാം ഓരോരുത്തരും. സ്വർഗ സിയോനിലേക്കുള്ള യാത്രയിലാണ് നാം ഓരോരുത്തരും. പക്ഷേ ഇന്ന് നമുക്കിവിടെ പ്രശ്നങ്ങളുണ്ട്, ഇന്ന് നമുക്ക് ഭാരങ്ങളുണ്ട്, ഇന്ന് നമുക്ക് ദുരിതങ്ങളുണ്ട്, ഇന്ന് നമുക്ക് കണ്ണീരുണ്ട്, ഇന്ന് നമുക്ക് യാതനകളും വേദനകളുമുണ്ട്, ഇന്ന് പ്രതിസന്ധികളുണ്ട്, ദുർഘടങ്ങളുണ്ട്, ഇന്ന് തോരാ കണ്ണീര് മാത്രം. നമ്മുടെ പലരുടെയും ജീവിതം അങ്ങനെയല്ലേ? അല്ല, എല്ലാവരുടെയും ജീവിതം ഒന്നല്ലെങ്കിൽ ഒന്ന് ദുഃഖതപ്തമാണ്, ദുരിതപൂരിതമാണ്. എന്നാൽ ഈ ദുഃഖഭൂയിഷ്ടമായ ഭൗതിക ജീവിതത്തിൽ സ്വർഗ സമാധാനം നമുക്ക് അനുഭവിക്കാം. അതൊരു വലിയ ഭാഗ്യ പദവിയാണ്, അതൊരു വലിയ നേട്ടമാണ്. എന്താണത്? ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ സൗഭാഗ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാം. അപ്പോഴാണ് ഹൃദയത്തിൽ സ്വർഗം തുടങ്ങുന്നത്. ഈ ഭൂമിയിൽ സ്വർഗം തുടങ്ങാത്ത മനുഷ്യന് നിത്യതയിൽ സ്വർഗം തുടരുകയില്ല.
ഈ ഭൂമിയിൽ ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയത്തിൽ സ്വർഗം തുടങ്ങുകയാണ്, പാപം മാറുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറുന്നു എന്ന് പറയുന്നത് പോലെ, വെളിച്ചം മുറിയിൽ പ്രകാശിക്കുമ്പോൾ മുറിയിൽ നിന്ന് ഇരുൾ അകലുന്നു എന്ന് പറയുന്നത് പോലെ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ പാപത്തിന് അന്ധകാരം മാറുന്നു, പൈശാചിക ബാധകൾ നീങ്ങുന്നു. ക്രിസ്തു ഹൃദയത്തിൽ വരുന്നു, അതാണ് ഹൃദയത്തിൽ സ്വർഗം. അങ്ങനെയുള്ള എത്രയോ പേരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ സ്വർഗം വസിക്കുക, സ്വർഗത്തിൻ്റെ അധിപതിയായ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹൃദയത്തിൽ സ്വർഗം തുടങ്ങി തരുന്നവനാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്വഭാവം മാറ്റുന്നൊരു ക്രിസ്തു ഉണ്ട്. ക്രൂരപ്രകൃതിയുള്ളവരെ ശാന്തശീലരാക്കുന്നൊരു ക്രിസ്തു ഉണ്ട്. സിംഹപ്രകൃതിയുള്ളവരെ കുഞ്ഞാടിനെ പോലെ ശാന്തരാക്കി തീർക്കുന്നൊരു ക്രിസ്തു ഉണ്ട്. ക്രിസ്തു 2000 വർഷം മുൻപ് ക്രൂശിക്കപ്പെട്ട് തീർന്നു പോവുകയല്ല, ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. ജീവിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ക്രിസ്തു കടന്നു വരാൻ കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ക്രിസ്തു എഴുന്നള്ളി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഉള്ളം തുറന്നാൽ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്താൽ, ക്രിസ്തു നിങ്ങൾ അതിശയം പ്രവർത്തിക്കും. അവനായിട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കുക, ദേഹവും ദേഹിയും ആത്മാവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങളിൽ അർപ്പണം ചെയ്യാൻ കഴിയുക, അതൊരു വലിയ ഭാഗ്യ പദവിയാണെന്ന് ഞാൻ പറയും. വലിയ ഭാഗ്യ പദവിയാണ്. ദൈവമക്കളെ, നിങ്ങളിൽ പലരും ഇത് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനതാണ് ആദ്യം പറഞ്ഞത്, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന്. അനേകർ ക്രിസ്തുവിൻ്റെ ഈ മാർഗത്തിലേക്ക് വന്ന് മതമോ സഭയോ സമുദായമോ ജാതിയോ ഒന്നും നോക്കാതെ യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നു, ക്രിസ്തു തരുന്ന സമാധാനം അനുഭവിക്കുന്നു. നിങ്ങളാരും സമുദായം മാറണ്ട, നിങ്ങളാരും സഭ മാറണ്ട, നിങ്ങളാരും കക്ഷി മാറണ്ട, നിങ്ങളാരും പള്ളി മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാറേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ ക്രിസ്തു വരിക. പുറമേ ബാഹ്യമായ മാറ്റങ്ങളല്ല ആവശ്യം. മാറേണ്ടത് ഹൃദയമാണ്. അകത്താണ് മാറ്റം, മനപരിവർത്തനം, മാനസാന്തരം. മനസ്സിനാണ് അന്തരം വരേണ്ടത്, മനസ്സിനാണ് പരിവർത്തനം വരേണ്ടത്, ഹൃദയത്തിനാണ് മാറ്റം വരേണ്ടത്. ഹൃദയം മാറും. ദുഷ്ടപ്രകൃതിയുള്ളവർ, ഹീനമായ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവർ, അവർ പോലും മാറുന്നില്ലേ? അവർ പോലും വ്യത്യാസം വരുന്നില്ലേ? കുടുംബങ്ങൾ സ്വസ്ഥമായി തീരുന്നില്ലേ? സ്വർഗീയ യെരൂശലേമിൽ അങ്ങനെയുള്ളവരാണ് എത്തിച്ചേരുന്നത്. സ്വഭാവം മാറുന്നവർ, പ്രസംഗിക്കുന്നവരല്ല, സുവിശേഷം പ്രസംഗം ചെയ്യുന്നവരല്ല, ബൈബിൾ ക്ലാസ് എടുക്കുന്നവരല്ല. കൃപയുണ്ടെങ്കിൽ വചനം കർത്താവ് തന്നെങ്കിൽ പറഞ്ഞുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ നടത്തുന്നവരല്ല, സഭ നടത്തുന്നവരല്ല, ക്ഷമിക്കണം, സഭയുടെ നേതാക്കന്മാരല്ല. പാപം വിട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ സ്വർഗരാജ്യത്തിലെത്തും. വിശുദ്ധന്മാർക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടി. വിശുദ്ധ കുർബാനയിൽ പറയുമല്ലോ, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകുന്ന വിശുദ്ധതകൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ഈർഷ്യ വെച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല. ഹൃദയത്തിൽ നീരസവും കയ്പും ഉള്ളിൽ വെച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല. പകയും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാരചിന്തയും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പടി കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. അശുദ്ധ വികാരങ്ങളും അശുദ്ധ മോഹങ്ങളും മ്ലേച്ഛമായ ബന്ധങ്ങളും ഹൃദയത്തിൽ പുലുകി ഉണർത്തിക്കൊണ്ട് ജീവിച്ച് ദൈവരാജ്യത്തിലെത്താമെന്ന് ആരും വ്യാമോഹിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം വിശുദ്ധന്മാർക്കുള്ളതാണ്. ക്രിസ്തു ഒന്നാമത് വന്നത് പാപികളെ രക്ഷിക്കാനാണ്, അശുദ്ധരെ വിശുദ്ധരാക്കാനാണ്. ക്രിസ്തുവിൻ്റെ ക്രൂസിലെ തിരുമരണം, ക്രൂസിലെ തിരുബലി പാപികളെ വീണ്ടെടുക്കാനാണ്. അഗാധ ഗർത്തത്തിൽ ആണ്ടുപോയ മനുഷ്യനെ, പാപത്തിന് ചലിക്കുണ്ടിൽ ആണ്ടുപോയ മനുഷ്യനെ പാപാന്ധകാരത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത് നിത്യശോഭനമായ പ്രകാശതീരത്ത് എത്തിക്കുവാനാണ് യേശുക്രിസ്തു ഈ പാപമലീമസമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പാപികളെ തേടി വന്നു. പക്ഷേ ക്രിസ്തു രണ്ടാമത് വരുന്നത്, ഇനിയും ക്രിസ്തു വരും,
ക്രിസ്തുവിൻ്റെ പുനരാഗമനം, ക്രിസ്തു രണ്ടാമത് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാനാണ്, പാപികളെ വീണ്ടെടുക്കാനല്ല. പാപികളെ വീണ്ടെടുക്കാൻ വന്ന ക്രിസ്തുവിനെ കൈക്കൊണ്ട് ഇന്ന് ഏതൊരു പാപിക്കും ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാം. അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ എതിരേൽക്കാം. പാപമലീമസമായ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം. ഇന്ന് മ്ലേച്ഛതയാർന്ന അശുദ്ധ മോഹങ്ങളും പുറത്തു പറയാൻ അറയ്ക്കുന്ന ലജ്ജാകരമായ പാപങ്ങളുമായി വൃത്തികെട്ട കൂട്ടുകെട്ടുകളും റാഗിങ്ങും. കഷ്ടം. കഴിഞ്ഞ ദിവസം ഒരു യൗവനക്കാരൻ എന്നെ വിളിച്ചു, സാറേ, കേരളത്തിന് വെളിയിൽ ഒരിടത്ത് ഞാൻ പഠിക്കുകയാണ്, ഞാൻ സ്ഥലം പറയുന്നില്ല പരസ്യമായിട്ട്. സാറേ, എന്നെ കഠിനമായി റാഗ് ചെയ്യുന്നു, എന്നെ കഠിനമായി ഉപദ്രവിക്കുന്നു, രൂപ കൊണ്ടുചെല്ലണമെന്നാണ് പറയുന്നത്, രൂപ കൊണ്ടുചെല്ലണം. ഞാൻ പറഞ്ഞു, എന്തിനാ മോനെ രൂപ? സാറേ, സീനിയർ സ്റ്റുഡൻസ് പറയുന്നത് രൂപ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കഠിനമായി ഉപദ്രവിക്കും, പുറത്ത് മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ നിന്നെ ശരിയാക്കും, അപകടത്തിലാക്കും. സീനിയർ സ്റ്റുഡൻസ് ആരാണെന്നോ ഒന്നും അവൻ എന്നോട് പറഞ്ഞില്ല, ആരാണെന്ന് ഞാൻ ചോദിച്ചുമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ യൗവനക്കാരനോട് പറഞ്ഞു, മോനെ, നീ എളിമയോടെ പ്രാർത്ഥിക്കുക കർത്താവിനോട്, കർത്താവേ, ഈ ക്രൂര സിംഹങ്ങളുടെ, ചീറ്റപ്പുലികളുടെ നാവിൽ നിന്നും വായിൽ നിന്നും ദംഷ്ട്രകളിൽ നിന്നും എനിക്ക് മോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കുക, അവർക്കൊരു സുബോധം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സാഡിസം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാകും. സാഡിസം, മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കുക, അതൊരു മാനസിക അസുഖമാണ്. സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അതിൽ ഉള്ളം രസിക്കുക, സാഡിസം. പ്രിയപ്പെട്ടവരെ, ഒരു മാനസിക രോഗമാണ് ഈ റാഗ് ചെയ്യുന്നവർക്ക്. ക്ഷമിക്കണം, റാഗ് ചെയ്യുന്ന കുട്ടികളാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, മനോരോഗികളാണ് നിങ്ങൾ റാഗ് ചെയ്യുന്നത്, മനോരോഗികൾ. സുബോധമില്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കുക. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന ഏതെങ്കിലും യുവജനങ്ങൾ റാഗിങ് എന്ന് പറയുന്ന ബീഭത്സവും ജുഗുപ്സാവഹവും ലജ്ജാകരവും ക്രൂരവുമായ നിന്ദ്യമായ പ്രവൃത്തി ചെയ്യുന്നവരുണ്ടെങ്കിൽ, മക്കളെ, നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കട്ടെ, മേലിൽ ആവർത്തിക്കല്ലേ, മേലിൽ നിങ്ങൾ ഈ ശാപം വലിച്ച് തലയിൽ വയ്ക്കല്ലേ, നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉപദ്രവം ഉണ്ടാക്കല്ലേ, അവർക്ക് നാശം വരുത്തല്ലേ. നിങ്ങളോ നരകത്തിൻ്റെ ഭീകരമായ തീക്കുഴിയിലേക്ക്, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ആ ഭയാനകമായ തീപ്പൊയ്യിലേക്ക് പോകാൻ നിങ്ങളുടെ വരുത്തല്ലേ. ദൈവമക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു കെഞ്ചി പറയുകയാണ് നിങ്ങളോട്. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണോ വചനം കേൾക്കുന്നത്, അവിടെ നിങ്ങളുടെ അരികത്ത് വന്ന് ക്രിസ്തു നിങ്ങളോട് കെഞ്ചി കെഞ്ചി യാചിക്കുകയാണ്, മക്കളെ, നിങ്ങൾ നരകവിധി ഒഴിവാക്കുവീൻ, നിങ്ങൾ നരകത്തിലേക്ക് പോകല്ലേ, പിശാചിൻ്റെ കൂടെ പോകല്ലേ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുവീൻ, സ്വർഗ സമാധാനം നിങ്ങൾ അനുഭവിപ്പീൻ, സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പീൻ, സ്വർഗീയ ശാന്തിയിലേക്ക് വരുവീൻ. ഇന്ന് നിങ്ങൾ അനുഭവിച്ചാൽ, ഇന്ന് നിങ്ങൾ സുബോധത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരാം. എത്ര നിന്ദ്യമായ, എത്ര ലജ്ജാകരമായ, എത്ര മ്ലേച്ഛമായ പാപങ്ങളാണ് നിങ്ങൾക്ക് വന്നെങ്കിലും, മകനേ, മകളെ, നിനക്ക് ഞാൻ ക്ഷമിച്ചു തരാം. എൻ്റെ തിരുരക്തം ചിന്തിയത് അതിനു വേണ്ടിയാണ്. മകനേ, എൻ്റെ തിരുരക്തം കുരിശിൽ ചിന്തിയത് പാപിയുടെ പാപം പരിഹരിക്കാനാണ്. നീ വിശ്വസിക്കൂ കുഞ്ഞേ, നീ വിശ്വസിക്കൂ. നിന്റെ ജീവിതം വന്നതിനെ ഓർത്ത് അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മേലിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുമെന്ന് നീ തീരുമാനിക്കൂ. ഞാൻ നിന്നെ വീണ്ടെടുക്കാമെന്നത്രേ ക്രിസ്തു തരുന്ന വാഗ്ദത്തം. പാപിയെ പാപം പോക്കി വിശുദ്ധീകരിപ്പാൻ യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമുണ്ട്. ആ പുണ്യാഹ രക്തത്തിൽ ആശ്രയിച്ച് ഇന്ന് നിങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുത്താൽ അവൻ നിങ്ങളെ കൈനീട്ടി വാങ്ങും, അവൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. കഴിഞ്ഞകാല പാപങ്ങൾ ഒന്നും വന്നതോർക്കാതെ അകൃത്യം ക്ഷമിച്ചു തരും, ലംഘനം ക്ഷമിച്ചു തരും, പാപം മറച്ചു തരും. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തരും. നിത്യസ്വർഗീയ സോപാനത്തിലേക്ക് അവൻ നിങ്ങളെ ഉയർത്തും, നിത്യസ്വർഗീയ ശ്രേണിയിലേക്ക് അവൻ നിങ്ങളെ കയറ്റും. അവൻ നിങ്ങൾക്ക് സമാധാനം തരും. ഇവിടെ ഭൗതിക സമാധാനം, നിത്യതയിൽ സ്വർഗീയ ശാന്തി, സ്വർഗീയ സമാധാനം, സ്വർഗീയമായ നിത്യജീവൻ, ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ
എങ്കിൽ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപത്തോട് യാത്ര പറയുവീൻ. പാപമില്ലാത്ത പുതിയ ജീവിതം നിങ്ങൾ നയിപ്പീൻ. പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന സൗഭാഗ്യ സമ്പൂർണമായ ജീവിതം നിങ്ങൾ നയിപ്പീൻ. നിങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുക്കുവീൻ. ആ പാവപ്പെട്ട വിധവയുടെ ചില്ലിക്കാശ് പോലെ ആയിരിക്കുന്ന പ്രകാരം നിങ്ങൾ ക്രിസ്തുവിന് കൊടുക്കുവീൻ. മുടിയൻ പുത്രൻ കീറി നാറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വന്ന് അപ്പന്റെ മുമ്പാകെ വന്ന് തന്നെ സമർപ്പിച്ചതുപോലെ നിങ്ങൾ അനുതാപത്തിന്റെ ഏറ്റുപറച്ചിലോടും കൂടി വന്ന് നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിന്റെ മുമ്പിൽ ഏറ്റുപറയുവീൻ. നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ. പാപത്തെ ഉപേക്ഷിച്ച് പുതിയ ജീവിതം തുടങ്ങുവീൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോജ്ഞമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. സ്വർഗീയ സന്ദേശത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശാപങ്ങൾ മാറ്റി കൊടുക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചു കൊടുക്കണമേ. കർത്താവേ, മാനസികമായ പലതരത്തിലുള്ളതായ വൈകല്യങ്ങളുള്ളവർക്ക് അത് മാറ്റി കൊടുക്കുകയും സുബോധത്തിന്റെ ആത്മാവ് വ്യാപരിക്കുകയും ചെയ്യണമേ. എല്ലാവരെയും പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് കോരിയെടുക്കണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും ആശ്വാസം പകരണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ യാചിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.